Dear students, welcome to the class of Fluid Mechanics. In this class, we will discuss some problems on velocity and acceleration of fluid particles. Problem start ചെയ്യുന്നതിന് മുമ്പ് ഇതിന് ആവശ്യമായ തിയറി ബേസ് നോക്കാം. വെലോസിറ്റി വെക്ടർ v is equal to ui plus vj plus wk. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കമ്പോണൻസ് ആദ്യം എടുത്തെഴുതാൻ വേണ്ടി പറ്റണം. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? യു എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി, വി വൈ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി, ഡബ്ല്യു എന്ന് പറയുന്നത് സെറ്റ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി. അത് ഈ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് യു വി ആൻഡ് ഡബ്ല്യു എടുത്തെഴുതാൻ വേണ്ടി പറ്റണം. പിന്നെ വെലോസിറ്റി വെക്ടർ ഇതാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ. അടുത്തത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ വെക്ടർ എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ. ഐ ജെ കെ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് എക്സ് വൈ ആൻഡ് സെഡ് ഡയറക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ എക്സ് കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ എന്താണ് ഇക്വേഷൻ വരുന്നത്? ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. എ എക്സ് ഇസ് ഈക്വൽ ടു യു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഡോ യു ബൈ ഡോ സെഡ് പ്ലസ് ഡോ യു ബൈ ഡോ ടി. ഇതിൽ ഈ ഡോ യു ബൈ ഡോ ടീനെ പറയുന്ന പേരെന്താണ്? അത് ലോക്കൽ ആക്സിലറേഷനാണ്. ഈ ഒരു ടേമോ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ടേം എന്ന് പറയുന്നത് കൺവെക്റ്റീവ് ആക്സിലറേഷനാണ്. സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ ആര് സീറോ ആയിരിക്കും? ഈ ഒരു ടേം സീറോ ആയിരിക്കും. കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ എ വൈയുടെ ഇക്വേഷൻ ഇതാണ്, എ സെഡിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇനി ആ വെക്ടർ നൊട്ടേഷൻ ഇത് ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ, അതായത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ എന്ന് എഴുതാം. അടുത്തത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്തതാണ് ഓൾറെഡി. ജനറൽ ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത് എന്താണ്? ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു സീറോ. ഇത് 3 ഡയമെൻഷണൽ കണ്ടിന്യൂറ്റി ഇക്വേഷനാണ് ഇൻ ഡിഫറൻഷ്യൽ ഫോം. ഒരു ഫ്ലോ നടക്കണമെങ്കിൽ, ഫിസിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? കണ്ടിന്യൂറ്റി ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫ്ലോ മാത്രമേ ഫിസിക്കലി പോസിബിളായിട്ട് ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യനിൽ ഒരു വെലോസിറ്റി ഫീൽഡ് തന്നിട്ട് അതൊരു പോസിബിൾ ഫ്ലോ ആണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ വെലോസിറ്റി ഫീൽഡിൻ്റെ കമ്പോണൻസ് എടുത്തിട്ട് അത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേ വേണ്ട. ഇത് മോസ്റ്റ് ജനറൽ ഫോമാണ്. നമുക്ക് നോർമലി സ്റ്റഡി ആൻഡ് ഇൻകംപ്രസിബിൾ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്താണ്? സ്റ്റഡി ആൻഡ് ഇൻകംപ്രസിബിൾ. ഇതിനെ സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ ആര് പോവും? ഈ ഒരു ടേം സീറോ ആയി പോവും. പിന്നെ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഡെൻസിറ്റി കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഏത് ഫോമിലെത്തും? ഈ ഒരു ഫോമിലെത്തും. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു സീറോ. ഈ ഫോമിലായി. ഒരു ക്വസ്റ്റ്യൻ വെലോസിറ്റി ഫീൽഡ് തന്നിട്ട് അത് സ്റ്റഡി ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കേണ്ടത്. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് പറ്റുന്നില്ലെങ്കിലോ നമ്മളെ ആ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്തായിരിക്കും? അത് റോങ് ആയിരിക്കും. ഓൾസോ എന്താ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഫ്ലോ പോസിബിളായിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റഡി ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി വെക്ടർ ഇൻ എ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഗിവൺ ആസ് v ഈസ് ഈക്വൽ ടു 4x ക്യൂബ് i മൈനസ് 10 x സ്ക്വയർ വൈ ജെ പ്ലസ് 2 ടി കെ. ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് 213 അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 1. ഇത് മെക്കാനിക്കലിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു. ഡിസംബർ 2018 ക്വസ്റ്റൻ ആയിരുന്നു. ഈ വെലോസിറ്റി വെക്ടർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ്? ടൈമിൻ്റെ ഫാക്ടർ വരുന്നുണ്ട്. ടൈമിൻ്റെ ഫാക്ടർ വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫ്ലോ അത് അൺസ്റ്റഡി ഫ്ലോ ആയിരിക്കും, സ്റ്റഡി ഫ്ലോ ആയിരിക്കില്ല. ഇത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? ഇത് ജനറൽ വെലോസിറ്റി വെക്ടറാണ്. ജനറൽ വെലോസിറ്റി വെക്ടറിനെ ഗിവൺ വെക്ടറുമായിട്ട് കമ്പയർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? കമ്പോണൻസ് എഴുതുക. കമ്പോണൻസ് എങ്ങനെ എഴുതുക? യു കമ്പോണൻ്റ് ഏതായിരിക്കും? ഈ ഐയുടെ കോയിഫിഷ്യൻ്റ് ഏതാണെന്ന് നോക്കിയായി 4x ക്യൂബാണ്. വി കമ്പോണൻ്റ് ഏതായിരിക്കും?
-10x²y ആയിരിക്കും. അതേപോലെ ഡബ്ല്യു കമ്പോണൻ്റ് എന്തായിരിക്കും? 2t ആയിരിക്കും. അത് എടുത്തെഴുതുക അല്ലെന്ന് ക്വസ്റ്റ്യനിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. ചില ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും? u, v, w ഡയറക്റ്റായിട്ടും തരുന്നുണ്ടാവും. എഴുതി കമ്പോണൻസ് ഓഫ് വെലോസിറ്റി എഴുതി. അതിനുശേഷം ഏത് പോയിന്റിലാണ് ചെയ്യേണ്ടത്? 2, 1, 3 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ചെയ്യേണ്ടത്. അതിൻ്റെ മീനിങ് എന്താ? ഇത് എക്സ്, വൈ, സെഡ് ഫോർമാറ്റിലെടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു 2, വൈ ഈസ് ഈക്വൽ ടു 1 ആൻഡ് സെഡ് ഈസ് ഈക്വൽ ടു 3 ആൻഡ് ടൈം എത്രയാണ്? 1 ആണ്. ഇനി എന്ത് ചെയ്യുക? ഈ ഒരു പോയിന്റ് തന്നിരിക്കുന്ന പോയിന്റിൽ വെലോസിറ്റിയുടെ കമ്പോണൻസ് കണ്ടുപിടിക്കുക. യുവിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? 4x³ ആണ്. അത് യു ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2. 2³ 32 യൂണിറ്റ്സ്. നമുക്കിപ്പം ഇതൊരു മീറ്റർ പെർ സെക്കൻഡ് ആണോ അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. യൂണിറ്റ്സ് എന്ന് പറയാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഇനി വി ഈസ് ഈക്വൽ ടു എന്താണ്? -10 ഇൻറ്റു x²y. -10 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 2 ആണ്. 2² ഇൻറ്റു വൈയുടെ വാല്യൂ 1 ആണ്. അതേപോലെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താണ്? 2t ആണ്. 2 ഇൻറ്റു ടീൻ്റെ വാല്യൂ 1. യു, വി, ഡബ്ല്യു കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റി വെക്ടറിന് ആ പോയിന്റിൽ അങ്ങനെ എഴുതാം. 2, 1, 3 എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി വെക്ടർ UI പ്ലസ് VJ പ്ലസ് WK ആണ്. 32I മൈനസ് 40J പ്ലസ് 2K. വെലോസിറ്റി വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √u² പ്ലസ് v² പ്ലസ് w². ഇങ്ങനെയാണ് വെലോസിറ്റി ആ പോയിന്റിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് യു, വി, ഡബ്ല്യൂസ് XYZൻ്റെ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. വെക്ടർ നൊട്ടേഷനിൽ എഴുതുക. അതിനുശേഷം റിസൾട്ടൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യം ഈ ഇക്വേഷൻസ് എഴുതുക. എക്സ് കമ്പോണൻ്റ് ആക്സിലറേഷൻ, വൈ കമ്പോണൻ്റ് ആക്സിലറേഷൻ, സെഡ് കമ്പോണൻ്റ് ആക്സിലറേഷൻ എഴുതുക. പിന്നെ യു, വി, ഡബ്ല്യു ഒന്നും കൂടെ എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി നോക്കുക ഇതിൽ ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ∂u/∂x കണ്ടുപിടിക്കണം, ∂u/∂y കണ്ടുപിടിക്കണം, ∂u/∂z കണ്ടുപിടിക്കണം, ∂u/∂t. യുവിൻ്റെ വാല്യൂ അറിയുക, ഓരോന്നായിട്ട് കണ്ടുപിടിക്കുക. അതേപോലെ ഇതിൽ എല്ലാ ടേംസും കണ്ടുപിടിക്കലാണ് അടുത്ത സ്റ്റെപ്പ്. ∂u/∂x എന്തായിരിക്കും? യു എന്ന് പറയുന്ന 4x³ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 4 ഇൻറ്റു x³ എന്താണ്? 3x² ആണ്. 4 ഇൻറ്റു 3 12x². ഇനി ∂u/∂y വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുന്ന സമയത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇതിപ്പോൾ എന്താ? അന്നേരം ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുന്നത് 0 ആയി. ഇനി ∂u/∂z എന്തായിരിക്കും? ഇവിടെ സെഡിൻ്റെ ടേംസ് ഒന്നുമില്ല, അതും 0 ആണ്. ടി ഉണ്ടാ? ഇല്ല, അതും 0 ആണ്. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ടേംസ് ∂v/∂x, ∂v/∂y, ∂v/∂z, ∂v/∂t. ∂v/∂x എടുക്കുന്നു. എന്ത് വരും? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അന്നേരം y കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. എന്തുണ്ടാവും? -20 x² 2x -20xy വരും. ഇനി ∂v/∂y എടുക്കുന്നു. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുന്ന സമയത്ത് ആര് കോൺസ്റ്റൻ്റായി? എക്സ് കോൺസ്റ്റൻ്റ് ആണ്. -10 ഇൻറ്റു x² ഇൻറ്റു വൈയുടെ ഡിഫറൻഷ്യൽ എത്രയാണ്? 1 ആണ്. അതേപോലെ എന്ത് ചെയ്യുക? ഇതിലുള്ള എല്ലാ ടേംസും കണ്ടുപിടിക്കുക. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ട് തന്നെ ചെയ്യണം. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഇത് സെയിം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ആദ്യം എഴുതണമെന്നില്ല, ഒരിക്കൽ എഴുതിയതുകൊണ്ട്. ഇനി ചെയ്യേണ്ടത് ആ ടേംസ് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ AXന് ഈ കണ്ടുപിടിച്ച വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതുക. ∂u/∂x യുവിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 4x³ ആണ്. ∂u/∂x കണ്ടുപിടിച്ചിട്ടുണ്ട് 12x². അങ്ങനെ ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക? അതിൻ്റെ ഇക്വേഷൻ എഴുതുക. എക്സിലും വൈയിലും വരുന്ന AXൻ്റെ ഇക്വേഷൻ എഴുതുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഈ പോയിന്റിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 2, വൈൻ്റെ വാല്യൂ 1, സെഡിൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? t = 1 കൂടെ ഇട്ട് കൊടുത്തിട്ട് AXൻ്റെ ആ ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. യുവിൻ്റെ ഈ ടേംസിൻ്റെയൊക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇക്വേഷൻ XYZൻ്റെ ടേംസിൽ ഇക്വേഷൻ എഴുതുക, ടീൻ്റെ ടേംസിൽ ഇക്വേഷൻ എഴുതുക. അതിനുശേഷം എക്സിനും വൈക്കും സെഡിനും ടിക്കും വാല്യൂസ്, ആ പോയിൻറ്റിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ AXൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ എന്ത് കിട്ടും? AYയുടെ വാല്യൂ കിട്ടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ AZൻ്റെ വാല്യൂവും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആക്സിലറേഷൻ വെക്ടർ ഫോമിൽ എഴുതുക. AXI പ്ലസ് AYJ പ്ലസ് AZK. വെക്ടർ നൊട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് മതി? √AX² പ്ലസ് AY² പ്ലസ് AZ² ചെയ്താൽ അതിൻ്റെ വാല്യൂ കിട്ടും. ആക്സിലറേഷൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇതിൽ ടേംസിൻ്റെ യൂണിറ്റ്സ് നമുക്ക് അറിയുന്നില്ല.
ഇനി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്താണെന്ന് നമുക്ക് പറയുന്നത് സ്പെസിഫൈ ചെയ്ത് പറയാത്തതുകൊണ്ട് തൽക്കാലം യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എഴുതാനേ പറ്റുള്ളൂ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ വെലോസിറ്റി ഫീൽഡ് ഈസ് ഗിവൺ ബൈ വി ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു 2y² പ്ലസ് 3xj പ്ലസ് 0k. കമ്പ്യൂട്ട് ദ വെലോസിറ്റി, ലോക്കൽ ആക്സിലറേഷൻ ആൻഡ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ അറ്റ് പോയിൻറ്റ് 120. മെക്കാനിക്കലിൻ്റെ ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ ആയിരുന്നു. കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കംപ്ലീറ്റ് ഇക്വേഷൻ എഴുതുക. അതിൽ കൺവെക്റ്റീവ് ടേംസും ഉണ്ടാവും, അതേപോലെ ലോക്കൽ ടേംസും ഉണ്ടാവും. അത് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ജനറൽ ഇക്വേഷൻ അത് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റെപ്സ് ആണെങ്കിൽ ആദ്യം യു കണ്ടുപിടിക്കുക, വി കണ്ടുപിടിക്കുക. പിന്നെന്താണ്, നോക്കിയൊരു കാര്യം തിരിയാൻ വേണ്ടി പറ്റും. ഇവിടെ W0 ആണ്, അതായത് സെറ്റ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അന്നേരം ആക്സിലറേഷൻ ഇക്വേഷൻ ആരും ഒഴിവാക്കുക, ആ W വരുന്ന ടേംസ് നമുക്ക് ഒഴിവാക്കാം. രണ്ട് ആക്സിലറേഷൻ AXും AYയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്രോബ്ലം നോക്കിയിട്ട് കമ്പോണൻസ് ഏതെങ്കിലും ഡയറക്ഷനിൽ 0 ആണെങ്കിൽ ഇക്വേഷൻ റെഡ്യൂസ് ആയിട്ട് എഴുതണം. ഇനി ഇതിലേതാണ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ഇതാണ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ. ഇവിടെ ഇതാണ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ. ഇതെന്താണ്, ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ലോക്കൽ ആക്സിലറേഷനാണ്. നമുക്ക് നോക്കിയൊരു കാര്യം മനസ്സിലാവും. ഇവിടെ ടൈമിൻ്റെ ടേം ഒന്നുമില്ല. T എന്ന് പറഞ്ഞ ടേം ഇതിൽ കാണുന്നില്ല. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു സ്റ്റഡി ഫ്ലോ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്റ്റഡി ഫ്ലോ ആകുന്ന സമയത്ത് ഈ ടേംസ് ലോക്കൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേംസ് എന്തായിരിക്കും, അത് 0 ആയിരിക്കും. ഈ രണ്ട് ടേംസും ഇതിൽ 0 ആണ് വരിക. ബാക്കി പ്രീവിയസ് പ്രോബ്ലത്തിലെ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെലോസിറ്റി ആക്സിലറേഷനും കണ്ടുപിടിക്കുക. അത് സോൾവ് ചെയ്യുന്നില്ല, സിമിലർ പ്രോബ്ലം ആയതുകൊണ്ട് അത് സോൾവ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ 2-dimensional steady incompressible flow the velocity components u, v are given by u is equal to 2x minus x square y plus y cube by 3, v is equal to xy square minus 2y minus x cube by 3. Determine the acceleration at 1, 3. 2D പ്രോബ്ലമാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത സെയിം മോഡൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. ഇവിടെ ഡയറക്റ്റായിട്ട് യുവും വിയും തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ വി ഈസ് ഈക്വൽ ടു UI പ്ലസ് VJ പ്ലസ് WK ആ ഫോർമാറ്റിന് പകരം എന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് UV തന്നതിലൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സിവിലിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്, December 2017. ഇതും സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എ വെലോസിറ്റി ഫീൽഡ് ഈസ് ഗിവൺ ബൈ U ഈസ് ഈക്വൽ ടു T² പ്ലസ് 3y, V ഈസ് ഈക്വൽ ടു 4t പ്ലസ് 5x. കാൽക്കുലേറ്റ് ആക്സിലറേഷൻ അറ്റ് 0.53 അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ്സ്. ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സെയിം മോഡൽ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ്, അൺസ്റ്റഡി ഫ്ലോ ആണ്. കാരണം ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഈ വെലോസിറ്റി കമ്പോണൻസ് വരുന്നത്. അതുകൊണ്ട് എന്താ, അതൊരു സ്റ്റഡി ഫ്ലോ അല്ലാന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നോർമലി ചെയ്യുന്ന മാതിരി വെലോസിറ്റിയും കണ്ടുപിടിക്കുക. ആക്സിലറേഷൻ പ്രോബ്ലത്തിൽ ആക്സിലറേഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. എന്ത് ചെയ്യുക, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എഴുതുക, ജനറൽ ഇക്വേഷൻ എഴുതുക, കൺവെക്റ്റീവ് പ്ലസ് ലോക്കൽ ആക്സിലറേഷൻ വരുന്ന ജനറൽ ഇക്വേഷൻ എഴുതുക. അതിനുശേഷം കമ്പോണൻറ്റ് W കമ്പോണൻറ്റ് എന്താണ്, 0 ആണ്. ഇക്വേഷൻ റെഡ്യൂസ് ചെയ്ത് എഴുതിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, സിവിലിൻ്റെ December 2018. അടുത്ത ക്വസ്റ്റ്യൻ. An idealized flow is given by V is equal to 2x³ I minus 3x² yj. Is the flow steady or unsteady? Is it 2D or 3D? Make calculation for velocity, local acceleration and convective acceleration of a fluid particle in the flow field at point 213. മെക്കാനിക്കലിൻ്റെ December 2019 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ പ്രോബ്ലമാണ്. ഓൾറെഡി ചെയ്ത സെയിം മെത്തേഡിലാണ് ചെയ്യേണ്ടത്. വെലോസിറ്റി വെക്ടർ തന്നിട്ടുണ്ട്, UV എടുത്തെഴുതുക. അതിനുശേഷം വെലോസിറ്റി കണ്ടുപിടിക്കുക. പിന്നെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ആക്സിലറേഷനും കണ്ടുപിടിക്കുക. ഇതിൽ ക്വസ്റ്റ്യനിൽ വേറെ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് എന്താണ്, ഈസ് ദ ഫ്ലോ സ്റ്റഡി ഓർ അൺസ്റ്റഡി, ഈസ് ഇറ്റ് 2D ഓർ 3D. അതങ്ങനെ മനസ്സിലാവുക. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ എന്താണ്, ഇതിൽ ടൈമിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടാവും വെലോസിറ്റി വെക്ടറിൻ്റെ ഇക്വേഷനിൽ. ഇവിടെ ടൈമിൻ്റെ എവിടെയും കാണുന്നുണ്ടോ, T എന്ന് പറഞ്ഞ ടേം എവിടെയും വരുന്നുണ്ടോ, ഇല്ല. അൺസ്റ്റഡി ആണെങ്കിലാണ് ആ ടൈമിൻ്റെ ടേം ഉണ്ടാവുക. ടൈമിൻ്റെ ടേം ഇല്ലെങ്കിൽ എന്താണ്, സ്റ്റഡി ഫ്ലോ ആയിരിക്കും. വെലോസിറ്റി വെക്ടർ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം യുവും വിയും കമ്പയർ ചെയ്ത് എഴുതുക. W എന്താണ്, 0 ആണ്. K വെക്ടർ ഇവിടെ വരുന്നുണ്ടോ, ഇല്ല. ഐൻ്റെ കോയിഫിഷ്യൻ്റാണ് U വരിക, ജെൻ്റെ കോയിഫിഷ്യൻ്റ് W വരിക,
വി വരിക. ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താണ്? കെൻ്റെ കോയിഫിഷ്യൻ്റാണ്. കെ യൂണിറ്റ് വെക്ടർ ഇതിൽ വരുന്നില്ല. എന്നിട്ട് എന്തായിരിക്കും? ഡബ്ല്യു നോർമലി 0 ആയിരിക്കും. ഇനി ഓൾറെഡി പറഞ്ഞു സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണോ നോക്കേണ്ടത് ടൈം വെച്ചിട്ടാണ്. ടൈം ഫാക്ടർ ഇല്ല എങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? സ്റ്റഡി ഫ്ലോ ആണ്. വെലോസിറ്റി വെക്ടറിൽ ടൈം ഫാക്ടർ ഉണ്ടാ ഇല്ല. അതുകൊണ്ട് ഈ ഫ്ലോ എന്താണ്? സ്റ്റഡിയാണ്. ആ ചോദ്യത്തിൽ ഈ 2 ക്വസ്റ്റിൻ്റെ ഉത്തരം ഡയറക്റ്റായിട്ട് കിട്ടും. ഓക്കെ. ഇനി 2D ആണോ 3D ആണോ? 2D ആണ്. കാരണം എന്താ? ഇവിടെ യും വിയും മാത്രമേ ഇല്ലൂ. തേർഡ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഇല്ല. അന്നേരം എന്താണ്? 3D അല്ല. 3D ഫ്ലോ ആണ്. 3 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ എന്താണ്? വെലോസിറ്റി കമ്പോണൻറ്റ് എക്സ് വൈ സെഡ് ഡയറക്ഷനിൽ ഉണ്ടാവും. ഇപ്പം സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻറ്റ് നെഗ്ലജിബിൾ ആണ്, അല്ലെങ്കിൽ 0 ആണ് ഇവിടെ. മീൻസ് എന്താ? ഫ്ലോ 2 ഡയമെൻഷണൽ ഫ്ലോ ആണ്. അത് നോക്കിയിട്ടാണ് ഫ്ലോ 2D ആണോ 1D ആണോ അല്ല 3D ആണോ എന്ന് പറയേണ്ടത്. യു വി ഡബ്ല്യു ഇതിലേതെങ്കിലും 0 ആണെങ്കിൽ എന്താണ്? കറസ്പോണ്ടിങ് ഡയമെൻഷൻ ലോസ് ചെയ്തു. ഇതതുകൊണ്ട് 2D ഫ്ലോ ആണ്. ഇത് സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് കേസ് റെപ്രസെൻറ്റ് ദ 2 വെലോസിറ്റി components full stop. Determine third component of velocity such that they satisfy continuity equation. U is equal to x square plus y square plus z square and v is equal to x y square minus y z square plus xy. Second, v is equal to 2y square and w is equal to 2xy. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി തന്നിട്ടുണ്ട്. അതിൻ്റെ തേർഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കുകയുണ്ട്. യു വി തന്നിട്ടുണ്ട്, ഡബ്ല്യു കണ്ടുപിടിക്കുകയുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കുക. ഒരു ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. എന്താണ്? സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. യു ഇതാണ്, വി ഇതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചൂടെ? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ആരൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും? വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന്? 2x ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്, ശ്രദ്ധിക്കണം. ഇനി ഡോ വി ബൈ ഡോ വൈ ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇതെന്ന് കിട്ടും? എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ട്. വൈ സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ എന്താ വരിക? 2y ആണ് വരിക. ഇനി ഈ ടേമിലാണെങ്കിൽ സെറ്റ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ വൈയുടെ ഡിഫറൻഷ്യൽ ഡോ ബൈ ഡോ വൈ ഇതൊരും 1 വന്നു. പ്ലസ് എക്സ് വൈ, ഇവിടെ എക്സ് കോൺസ്റ്റൻറ്റ്, പിന്നെ ഡോ വൈ ബൈ ഡോ വൈ വരും 1 വരും. അത് 2 എഴുതി. ഇനി എന്താ? ഇതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? 2x പ്ലസ് 2xy മൈനസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു 0. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡബ്ല്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഇക്വേഷൻ ഇത് ഈസ് ഈക്വൽ ടു 0. ഇനി ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ വെച്ചു. എന്ത് കിട്ടും? റൈറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് എന്തായി? അത് മൈനസായി. ബാക്കി ആഡ് ചെയ്യാനുള്ളതെല്ലാം ആഡ് ചെയ്തിട്ട് എഴുതുക. ഓർ ഡോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് 3x മൈനസ് 2xy പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു ഡോ സെഡ് എഴുതി. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യണമല്ലേ. അവിടെ ഡോ ഡബ്ല്യു എഴുതിയാൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്? ഇവിടെ ഡി ഡബ്ല്യു ആക്കിയിട്ടുണ്ട്. കാരണം 1 വേരിയബിൾ മാത്രം ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആയിട്ട് എഴുതുന്നതിന് പ്രശ്നമില്ല. എന്ത് ചെയ്യുക? ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു എന്താണ്? ഡബ്ല്യു ആണ്. ഇനി റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു ഡി സെഡ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്ത് വരും? മൈനസ് 3x. ഇത് ഓരോ ടൈമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇത് സ്പ്ലിറ്റ് ചെയ്തത് എന്ത് വരും? ഇൻ്റഗ്രൽ മൈനസ് 3x ഡി സെഡ് മൈനസ് ഇൻ്റഗ്രൽ 2xy ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ സെഡ് സ്ക്വയർ ഡി സെഡ്. സ്പ്ലിറ്റായിട്ട് എഴുതണം. അതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യാനാവുള്ളൂ. എന്ത്? മൈനസ് 3x ഡി സെഡിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ വരിക? മൈനസ് 3x ഇൻറ്റു ഇൻ്റഗ്രൽ ഡി സെഡ് എന്താണ്? സെഡ് ആണ്. കാരണം എന്താ? ഇത് കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുന്ന സമയത്ത് ഇതെന്തായി? കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ സെക്കൻഡ് ടേമിൻ്റെ എന്ത് വരും? മൈനസ് 2xy ഇൻറ്റു സെഡ്, പിന്നെ സെഡ് സ്ക്വയറിൻ്റെ എന്താ? സെഡ് ക്യൂബ് ബൈ 3 പ്ലസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ആ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ടേംസിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഡബ്ല്യുവിനെയാണ് ഞാനിവിടെ കണ്ടുപിടിക്കുന്നത്. അന്നേരം ആ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ആരെ ആവാൻ വേണ്ടി പറ്റുള്ളൂ? XY മാത്രമേ ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി സെഡിൻ്റെ ഫംഗ്ഷൻ ആവാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഈ ഡബ്ല്യു എന്ന് പറയുന്നത് സെഡ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. അന്നേരം അത് കണ്ടുപിടിക്കുന്ന സമയത്ത് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ മാത്രമേ ആവാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ഫംഗ്ഷൻ ഓഫ് XY എന്ന് പറയുന്നത്. ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യുവിന് പകരം യു ആണെങ്കിലോ, അന്നേരം അത് ഫംഗ്ഷൻ ഓഫ് YZ ആയിട്ടായിരിക്കും അടുത്തത് പോകുന്നുണ്ടാവുക. മീൻസ് അതിന് ഡിപ്പെൻഡ് ചെയ്യാത്ത ആ കോർഡിനേറ്റ് ഏതാണെന്ന് വിചാരിച്ചാൽ നോക്കി എഴുതുക.
അടുത്തത് സെക്കൻഡ് കേസ്. വി ഈസ് ഈക്വൽ ടു 2y² ആൻഡ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു 2xyz. എന്ത് ചെയ്യുക? ഡോ വി ബൈ ഡോ വൈ കണ്ടുപിടിക്കുക, ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടി? ഇനി യു ആണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വിയും ഡബ്ല്യൂയും തന്നിട്ടുണ്ട്. നേരം ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഒരു ടേം കിട്ടി. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ഡോ എക്സിനെ പിന്നെ ഡി യു പാർഷ്യൽ ഡെറിവേറ്റീവിനെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആക്കുന്നത്. കാരണം ഡിപ്പെൻഡ്സ് ഓൺ വൺ വേരിയബിൾ മാത്രമാണ്. അതിനുശേഷം എന്ത് ചെയ്തു? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഇൻ്റഗ്രൽ ഡി യു എന്താണ്? യു ആണ്. പിന്നെ -4xy വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ് ചെയ്യുന്നത്. പ്ലസ് എന്താണ് എഴുതിയിരിക്കുന്നത്? ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ്. ഓക്കെ, നമ്മൾ യു ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ആയതുകൊണ്ട് നമുക്ക് ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈൻ്റെയും സെഡിൻ്റെയും ഫംഗ്ഷനായിട്ടാണ് എഴുതാൻ വേണ്ടി പറ്റുക. ഓക്കെ, തൊട്ട് മുമ്പ് ചെയ്ത സെയിം പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത്. ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതുന്ന സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏത് ഡയറക്ഷനിലാണോ കണ്ടുപിടിക്കുന്നത് അതല്ലാത്ത രണ്ടെണ്ണത്തിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ. എ ഫ്ലൂയിഡ് ഫ്ലോ ഫീൽഡ് ഈസ് ഗിവൺ ബൈ വി ഈസ് ഈക്വൽ ടു x² y(i) പ്ലസ് y² zj മൈനസ് 2xyz പ്ലസ് yz² k. Prove that it is a case of steady incompressible flow. Calculate velocity and acceleration at point 2, 1, 3. അതിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് കാൽക്കുലേറ്റ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് പോയിൻറ്റ് 1, 2, 3. ഈ ഓൾറെഡി പ്രോബ്ലംസ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് കേസ് എന്താ? പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് കേസ് ഓഫ് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ. ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലോ ഫീൽഡ് തന്നിട്ട് ഇതാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇതിൽ ഏത് കേസാണോ ഇൻകംപ്രസിബിൾ ആൻഡ് സ്റ്റഡി ആണ് പറഞ്ഞിരിക്കുന്നത്, ഇൻകംപ്രസിബിൾ ആൻഡ് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈ ഒരു വെലോസിറ്റി ഫീൽഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കേണ്ടത്. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ എന്താണ്? ഈ വെലോസിറ്റി ഫീൽഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് എന്താണ്? അത് ജസ്റ്റ് ഒരു നമ്പേഴ്സ് മാത്രമാണ്, ഫിസിക്കലി പോസിബിൾ അല്ല. ഓക്കെ, ഇനി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കാം. പ്രൂവ് ചെയ്യേണ്ട എന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷനാണ് പ്രൂവ് ചെയ്യേണ്ടത്. സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഏതാണ്? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു 0. അതാണ്. ഇനി എന്ത് ചെയ്യണം? ഓരോ ടേംസ് കണ്ടുപിടിക്കണം. കമ്പയർ ദ യു കിട്ടും, യുവിൻ്റെ വാല്യൂ കിട്ടി, വിൻ്റെ വാല്യൂ കിട്ടി, ഡബ്ല്യുവിൻ്റെ വാല്യൂയും കിട്ടി. അതിനുശേഷം ഡോ യു ബൈ ഡോ എക്സ് എടുക്കുക, ഡോ വി ബൈ ഡോ വൈ കണ്ടുപിടിക്കുക, ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ്. ഇനി അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഡോ ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് അത് ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം. 0 കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 0 തന്നെ കിട്ടും അല്ലേ? സോൾവ് ചെയ്താൽ എന്ത് കാണുന്നുണ്ട്? 0 എന്ന് കാണുന്നുണ്ട്. അന്നേരം എന്താണ്? ഇത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. ഏത് ക്വസ്റ്റ്യനിലായാലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുത്ത് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നോക്കുക. ഇനി 2 ഡയമെൻഷണൽ ഫ്ലോ തരുന്നുണ്ടെങ്കിലോ എന്തുണ്ടാവുമല്ലോ? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0 ആണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ വരുന്നുണ്ടാവുക. ഏതാണെന്ന് വെച്ചാൽ നോക്കി എടുത്തിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, വെലോസിറ്റി ഫീൽഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് അത് എടുത്ത് എഴുതിയും വേണം ക്വസ്റ്റനിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. എന്താണ്? ഒരു പോസിബിൾ കേസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ആണ് സ്റ്റഡി ആൻഡ് ഇൻകംപ്രസിബിൾ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ കണ്ടുപിടിക്കുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? എക്സ് വൈ സെറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 2, 1, 3 തന്നിട്ടുണ്ട്. അതിനുശേഷം ഓരോ കമ്പോണൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. യു ഇതാണ്, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കൊടുത്തിട്ട് കണ്ടുപിടിക്കുക. വി ഇതാണ്, അതേപോലെ എന്താണ്? വൈൻ്റെയും സെറ്റിൻ്റെയും വാല്യൂ എടുത്തിട്ടും അതേപോലെ എക്സ് വൈ സെറ്റിൻ്റെ വാല്യൂ കൊണ്ടുകൊടുത്തിട്ട് യു ഇവാലുവേറ്റ് ചെയ്യുക, വി ഇവാലുവേറ്റ് ചെയ്യുക, ഡബ്ല്യു ഇവാലുവേറ്റ് ചെയ്യുക. എന്ത് ചെയ്യും? വെക്ടർ ഫോം കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ല മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 4² പ്ലസ് 3² പ്ലസ് 21² സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടും. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത സെയിം സ്റ്റെപ്പാണ്. ഇനി എന്താണ്? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഇതിൽ ടൈം ഡിപ്പെൻഡൻറ്റ് തന്നിട്ടില്ല. ആദ്യം ജനറൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എഴുതുക, കൺവെക്റ്റീവ് പ്ലസ് ലോക്കൽ. അതിനുശേഷം എന്ത് ചെയ്യുക? സ്റ്റഡി ഫ്ലോ ആണ്, ടൈം ഡിപ്പെൻഡൻ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ലോക്കൽ ആക്സിലറേഷൻ്റെ ടേംസ് ഞാൻ തൽക്കാലം ഇവിടെ എഴുതിയിട്ടില്ല. എക്സാമിന് വരുന്ന സമയത്ത് ജനറൽ ഇക്വേഷൻ എഴുതിയിട്ട് മാത്രമേ റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പാടുള്ളൂ. അതിനുശേഷം എന്ത് കണ്ടുപിടിക്കുക? ഓരോ ടേംസും കണ്ടുപിടിക്കുക. ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഇവിടെയുള്ള ടേംസും ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത സെയിം സ്റ്റെപ്സ്. അതേപോലെ ഡബ്ല്യുവിൻ്റെ ഓരോ ടേംസും കണ്ടുപിടിക്കുക.
അതിനുശേഷം ഏത് പോയിന്റിലാണോ കണ്ടുപിടിക്കേണ്ടത് 2, 1, 3ലാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എഴുതുക. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ ഇക്വേഷൻ കിട്ടും, യു പിന്നെ ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ടേം, അതേപോലെ ടേംസ് എല്ലാം കിട്ടി. അതിനുശേഷം അത് എങ്ങനെ ഉണ്ടാവുക, എക്സ് വൈ സെഡിൻ്റെ ടേംസിലാണ് ഇതുണ്ടാവുക. അതിനുശേഷം എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1, സെഡിൻ്റെ വാല്യൂ 3 അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടും. അതേപോലെ എ വൈ കണ്ടുപിടിക്കുക, എ സെഡും സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, ആക്സിലറേഷൻ വെക്ടർ എഴുതാൻ വേണ്ടി പറ്റും. എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ. അതിനുശേഷം വാല്യൂ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടും. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ബാക്കി ന്യൂമറിക്കൽ വാല്യൂസെല്ലാം നോക്കുക, സെയിം ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ആക്സിലറേഷൻ്റെ ഏത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ വെലോസിറ്റിയുടെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ അതിൽ ചെയ്യാനുള്ളൂ. Question: A fluid flow is given by V is equal to xy square I minus 2y z square j minus xy square minus 2z cube by 3 into k. Prove that it is a possible case of steady incompressible flow. Calculate velocity and acceleration at point 1, 2, 3. ഇപ്പം ചെയ്ത സെയിം മോഡലാണ് സിവിലിൻ്റെ ഏപ്രിൽ 2018 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. എന്ത് ചെയ്യാനുണ്ട്, പ്രൂവ് ചെയ്യാനുണ്ട്. പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കൊടുത്തോളാം. ഓക്കെ, അതാണ് അതിൽ ചെയ്യേണ്ടത്. പിന്നെ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓൾറെഡി പറഞ്ഞ സെയിം സ്റ്റെപ്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ക്ലാസ് കൊണ്ട് സിവിലിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റഡ് ആണ്. സിലബസിലെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കലിൻ്റെ കംപ്ലീറ്റ് ആയില്ല, കുറച്ചും കൂടെ ടേംസ് ഫിനിഷ് ചെയ്യാനുണ്ട്, എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആവുന്നുള്ളൂ.